ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 3 നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ സാധിച്ചു കിട്ടും. നിങ്ങൾ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കുകൊള്ളുക. ഈ പ്രാർത്ഥന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ കമന്റ് ബോക്സിൽ ഇടാവുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഓ മറിയമേ, യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവേ, ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു. നിന്റെ മാതൃസ്നേഹത്താൽ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൃപയുടെ മാതാവേ, നിന്നെ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണ പ്രാപിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.